ഇടുക്കി മറയൂരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാന പടയപ്പയ്ക്ക് മുൻപിൽ വിനോദസഞ്ചാരികളുടെ കാർ പെടുകയായിരുന്നു. ശേഷം കാറിൽ നിന്നിറങ്ങി ഓടിയ വിനോദസഞ്ചാരിക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. Hey, what? ജയനിസ് രാജ് വിവരങ്ങളുമായി ചേരുന്നു. ജയനിത് എപ്പോഴാണ് സംഭവിച്ചത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണോ, ജീവനക്കാരെത്തിയാണോ ആനയെ അവിടെ നിന്ന് മാറ്റിയത്? മോത്തി, ഇന്നലെ രാത്രി 7:40 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വിനോദസഞ്ചാരികൾ മറയൂരിൽ നിന്ന് മൂന്നാർ ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇന്നലെ നല്ല കോടമഞ്ഞുള്ള സമയമാണ്. പകൽ സമയത്ത് പോലും നല്ല മഞ്ഞുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ മഞ്ഞ് കാരണമായിരിക്കാം ആന വഴിയിൽ നിൽക്കുന്നതിന് സമീപത്തേക്ക് ഇവരുടെ കാർ എത്തിയത്. ആന കാറിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ ഇവർ കാറിൽ നിന്ന് ഇറങ്ങി ഓടി തൊട്ടടുത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. ഈ സമയത്താണ് ആന ഈ വെയിറ്റിംഗ് ഷെഡിന് സമീപത്തേക്ക് എത്തുന്നത്. അല്പം പ്രകോപിതനായ ആന ഈ വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു തകർക്കുന്ന തരത്തിൽ പെരുമാറാൻ ശ്രമിച്ചു. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സമയത്ത് ഇവർ വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഈ തലയാർ മേഖലയിലാണ് ഈ പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. സാധാരണ മറയൂരിന്റെ അതിർത്തി മേഖലയിലേക്ക് വളരെ അപൂർവമായിട്ടാണ് പടയപ്പ വരുന്നത്. പക്ഷേ ഈ അടുത്ത നാളുകളായി തുടർച്ചയായ മേഖലയിൽ എത്തുന്നുണ്ട്. അവിടെയുള്ള നാട്ടുകാരും തൊഴിലാളികളും ഇക്കാര്യത്തിൽ ആശങ്കയിലാണ്.